ജാതി എന്നത് നമ്മളെ പിളർത്താനും അടിമപ്പെടുത്താനും വേണ്ടി ഉണ്ടാക്കിയ ഒരു വെറും കള്ളക്കഥ മാത്രമാണ്. ഇന്നും ജാതിയുടെ പേരിൽ എപ്പോഴും നല്ല വേർതിരിവുണ്ട്. മലയാളി ഒരു ജനിതക വായന കെ സേതുരാമൻ IPS എഴുതിയ ഒരു പുസ്തകമാണ് ഇത്. ഈ പുസ്തകത്തിൽ ആക്ച്വലി പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ജീനിലൂടെ, അതായത് നമ്മുടെ DNA എടുത്തിട്ട് നമ്മുടെ ജാതികൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് അതിൽ അന്വേഷിച്ചിരിക്കുന്നത്, അതിൽ പറഞ്ഞിരിക്കുന്നതും. നമ്മുടെ എല്ലാം രക്തം ഒന്നാണ്, അതിൽ ജാതി എഴുതിയിട്ടില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ അതൊരു തെറ്റായ കാര്യമാണ്. ഈ ജാതിയുടെ ബേസിൽ നമ്മുടെ പൂർവികരെ തപ്പിപ്പോയപ്പോൾ ജാതിയും രക്തവും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട് എന്ന് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പണ്ട് കേട്ട പല കെട്ടുകഥകളും തെറ്റാണ് എന്ന് തന്നെയാണ് പറയുന്നത് ഈ പുസ്തകത്തിൽ. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് നടത്തിയ പഠനത്തിലൂടെ ഇവർ എന്താ ചെയ്തെച്ചാൽ ബ്രാഹ്മിൺസ്, നമ്പൂതിരി, നായർ, ഈഴവ, പാണം, പുലയൻ, തണ്ടാൻ എന്നീ വിഭാഗത്തിൽപ്പെട്ട എല്ലാവരുടെയും ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്തു. എന്നിട്ട് ഇവരുടെ പൂർവികരായിട്ടും ഈ ബ്ലഡുമായിട്ടും എല്ലാം എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് നോക്കിയപ്പോൾ ഈ ജാതിയുടെ പേരിലുള്ള ഭിന്നതകൾ ഈ ജീനുകളായിട്ട് ഒരു പിന്തുണയില്ല എന്ന് അവർ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പറയാറില്ല നായർ, തീയർ, അയ്യർ, ഈഴവർ, ഈ വിഭാഗങ്ങളും ഈ വർഗീയതയും ഈ വിഭജനവും ആയിട്ടും രക്തബന്ധമായിട്ടും നമ്മുടെ ജീനുകളായിട്ടും ഒരു ബന്ധവും ഇല്ല എന്നുള്ളത് സയൻറ്റിഫിക് ആയിട്ട് തന്നെ ഇതിൽ പറയുന്നുണ്ട്. കുറച്ചും കൂടി പറയുകയാണെങ്കിൽ ഇവരുടെ ജീനുകൾ തമ്മിൽ ഒരു വ്യത്യാസമില്ല, എല്ലാത്തിനും ഉറവിടം ഒരു സ്ഥലത്ത് നിന്നാണെന്നാണ് ഇവർ കണ്ടെത്തിയത്. ഇപ്പൊ കേരളത്തിലെ ബ്രാഹ്മിൺസിന്റെ ബ്ലഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ ബ്രാഹ്മിൺസും സിറിയൻ ക്രിസ്ത്യാനികളും നമ്മുടെ ദ്രാവിഡരുമായിട്ട് ആ ബ്ലഡ് ഗ്രൂപ്പായിട്ട് നല്ല ബന്ധം തന്നെയുണ്ട്. ഇപ്പൊ കുറച്ച് താഴ്ന്ന ജാതി എടുത്തു നോക്കുകയാണെങ്കിൽ പാണൻ, പുലയൻ, തണ്ടാൻ എന്നിവരുടെയൊക്കെ ജീനുകൾ എടുത്തു നോക്കിയപ്പോൾ ഇവർ പൂർവിക കാലത്തെ, അതായത് കേരളത്തിൽ പണ്ട് മൊത്തം കാടുകളായിരുന്നു, മലഞ്ചെരുവുകളായിരുന്നു. ആ കാട്ടുവാസി അവര് കേരളത്തിൽ ജനിച്ച് വളർന്നവർ തന്നെയാണ് എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് മേൽജാതിയല്ല, കീഴ്ജാതിയിൽ പെടുന്ന വിഭാഗത്തിലെ ആൾക്കാർ അവരാണ് ശരിക്കും ഇവിടുത്തെ സ്വദേശികൾ. അതായത് കേരളത്തിൽ കാലങ്ങളായിട്ട്, അതായത് ഒരു 2000 വർഷം കാലം മുതൽ ഇവിടെ ജനിച്ച് വളർന്നവർ എന്ന് പറയുന്നത് ഈ താഴ്ന്ന ജാതിയിലുള്ളവരാണ് എന്നുള്ളത് സയന്റിഫിക് ആയിട്ട് പ്രൂവൺ ചെയ്തിട്ടുണ്ട്. ഈ ജാതിയുടെ പേരിൽ സംവരണം ഏർപ്പെടുത്തുന്ന ഈ കാലത്ത് ഈ ഒരു സയന്റിഫിക് റെക്കോർഡ് ശരിക്കും ഒരു തിരിച്ചടി തന്നെയാണ്. ജീനുകൾക്ക് എവിടെയും സുപ്പീരിയോറിറ്റി ഇല്ല എന്ന് ഇതിന്ന് മനസ്സിലായതും കൊണ്ട് ഈ അടിച്ചമർത്തപ്പെട്ട ആളുകൾക്ക് കാലങ്ങളായിട്ട് തന്നെ അവർക്ക് സംവരണം ആവശ്യമാണ് എന്നുള്ളത് ഇതിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പണ്ട് ജാതിയുടെ പേരിൽ തരംതിരിച്ചത് അവരവർ ചെയ്യുന്ന തൊഴിലിൻ്റെ പേരിലായിരുന്നു. അവരവർ ചെയ്യുന്ന തൊഴിലിൽ അവർക്കൊരു ഡെയിലി റൊട്ടീൻ ഉണ്ടായിരുന്നു, അതായത് ഒരു സംസ്കാരം. അതിൻ്റെ പേരിലാണ് ജാതിയായിട്ട് തരംതിരിച്ചത്. പക്ഷെ അത് എപ്പോഴോ പവറിന് വേണ്ടിയിട്ട് അവർ ജാതി ഉപയോഗിച്ചു. ഇപ്പൊ പണം കൊടുത്താൽ അവിടെ പവർ കിട്ടും, അതുപോലെ തന്നെ അവർ അന്ന് ഉപയോഗിച്ചത് ജാതിയായിരുന്നു എന്നത് മാത്രം. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്കും മത നേതാക്കന്മാർക്കും ഈ ഒരു പുസ്തകം ശരിക്കും പറഞ്ഞാൽ വായിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ മനസ്സിലാവും നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത്. വേണമെച്ചാൽ നിങ്ങൾ ചെയ്യുന്ന തെറ്റാണെന്ന് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് അധികാരം വേണമെങ്കിൽ നിങ്ങൾ ആ തെറ്റ് തിരുത്താൻ ശ്രമിക്കില്ല എന്നുള്ളതും ചിന്തിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ എല്ലാവരും ഒറ്റ മനസ്സോടെ മുന്നോട്ട് പോകാനാണ് ഈ പുസ്തകം പറയുന്നത്. പക്ഷെ അതൊന്നും അടുത്ത കാലത്ത് നടക്കില്ല എന്നത് ഉറപ്പുള്ള ഒരു കാര്യം തന്നെയാണ്. കേരളീയരുടെ ജീനുകൾ എല്ലാം പൊതു ജീനുകളാ എന്നത് ഈ പുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. സേതുരാമൻ IPSന്റെ ഈ പുസ്തകം അതിൽ ശരിക്കും എല്ലാം തുറന്ന് കാട്ടുന്നുമുണ്ട്, പറഞ്ഞു തരുന്നുമുണ്ട്. നിങ്ങൾ ഈ പുസ്തകം വായിച്ചതാണോ? എങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് വായിച്ചു നോക്കൂ. എന്നാൽ നിങ്ങൾ ശരിക്കും മനസ്സുകൊണ്ടൊരു കമ്മ്യൂണിസ്റ്റ് ആവും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല, നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റ് ആവും. അതിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളത് നിങ്ങൾ പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലായിക്കോളും.